അപ്പോൾ രാവിലെ ഈ തവ ലോഡ്ജിൽ തന്നെയാണ്, നാംചി ബസാറിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എവറസ്റ്റ് വ്യൂ ഹോട്ടലുണ്ട്, എവറസ്റ്റ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് 3400 അടിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ദിവസം നിന്ന് ഒന്ന് സെറ്റായിട്ട് മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇന്ന് വെറുതെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ നാംചിയിൽ വന്ന് നിൽക്കുന്നവരെല്ലാം എവറസ്റ്റ് വ്യൂ പോയിൻ്റ് ഹോട്ടലിൽ കയറി എവറസ്റ്റൊക്കെ ഒന്ന് കണ്ട് നാംചിയൊക്കെ ഒന്ന് കറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ വന്ന് കറങ്ങേണ്ടൊക്കെ ഒന്ന് കറങ്ങി, എന്നാലും ബാക്കി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊന്ന് കറങ്ങി നോക്കാം. അപ്പോൾ നമുക്ക് എവറസ്റ്റ് വ്യൂ ഹോട്ടലിലോട്ട് പോകാം. നമുക്ക് പോവേണ്ടത് ഇങ്ങനെയാണ്, ഈ വഴി മുകളിലോട്ടാണ് നമുക്ക് എവറസ്റ്റ് വ്യൂ ഹോട്ടലിൽ പോവേണ്ടത്. നമുക്ക് അതിലിറങ്ങിപ്പോവാം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇന്നലെ നടന്ന വഴിയല്ല, ഇത് വേറൊരു വഴിയാണ്. നാംചിയുടെ ഇടനാഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. മിനിഞ്ഞാന്ന് പെയ്ത മഞ്ഞൊക്കെ ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലായിടവും റെസ്റ്റോറൻ്റാണ്. നാംചി ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണല്ലോ. ഇങ്ങനെ മുകളിലോട്ട് നടക്കാറുണ്ട്. ഈ വഴി ഇങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ മലനിരകളൊക്കെ ഇങ്ങനെ കാണാം. ഇങ്ങനെ നോക്കുമ്പോൾ പണിക്കല്ല കല്ലൊക്കെ ചുവന്നുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ വരികയാണ്. ഇങ്ങനെയാണ് ഇവിടെ കല്ല് ചുമക്കുന്നത്. അപ്പോൾ ചുമയൊക്കെ ഉണ്ട് രാവിലെ മുതൽ. ഇന്നലെ ചുമയൊക്കെ പിടിച്ച് ഈ വഴി മുകളിലോട്ട് കയറണം. നമുക്ക് പോവാം മുകളിലോട്ട്. അതിലൂടെ നടന്ന് വീണ്ടും നാംചി മൊത്തം കാണത്തക്ക സ്ഥലത്തായി. അങ്ങനെ നാംചിയുടെ കുറച്ച് മുകളിലായി. ഇന്ന് കുറച്ചുകൂടെ ക്ലിയർ ഉണ്ട് ഇന്നലത്തേനെ കാട്ടി. ഇവിടെ 2 ആഴ്ച കൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആ കൂടെ കിട്ടിയൊരു സോളാർ പവർ ബാങ്ക് ഉണ്ട്. അതിനെ ഇങ്ങനെ കൊണ്ടു കിടന്ന് ഓരോ സ്ഥലത്തും നിൽക്കുമ്പോൾ വെയിൽ കാണിച്ച് ചാർജ് ചെയ്യുകയാണ്. അവിടെയൊക്കെ നല്ല മഞ്ഞ് വീഴുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലോട്ടാണ് കയറാനുള്ളത്. നാംചി ബസാർ ഈ വെയിലത്ത് കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചുകൂടെ അവിടുത്തെ പല പല കളറടിച്ചിങ്ങനെയാണ് ഭംഗി കൂടുതൽ. അങ്ങനെ നടന്ന് നാംചിയിലെ സ്കൂളിൻ്റെ അടുത്തായി. ഈ വഴി മുകളിലോട്ടാണ് നടക്കേണ്ടത്. നാംചിയിലെ സ്കൂളിലെ അസംബ്ലിയാണ്. ഇവിടെ കയറി നോക്കാം. അങ്ങ് കാണുന്നത് സ്കൂളിലെ അസംബ്ലിയാണ്. രാവിലെ കുട്ടികൾക്കൊരു എക്സസൈസാണ്.
അസംബ്ലി കഴിയാറായെന്ന് തോന്നുന്നു. അസംബ്ലി കഴിയാറായി. പിരിഞ്ഞ് സ്കൂളിൽ അസംബ്ലി പിരിഞ്ഞ് പിള്ളേരെല്ലാം ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും സ്കൂളിൽ നിന്ന് ഇതാ പുറത്തോട്ട് പോവുകയാണ്. അയ്യോ, രാവിലെ ചെറിയ തലവേദനയും ഒക്കെയുണ്ട്. അങ്ങനെ നടന്ന് ഞാനിതാ ഇവിടെ എത്തി. ഇവിടെ നമുക്ക് മുകളിലോട്ടാണ് എവറസ്റ്റ് വ്യൂ പോയിൻ്റ് ഹോട്ടലുള്ളത്. അപ്പോൾ അവിടെ കയറണം. അതിന് മുമ്പ് അവിടെ ഒരു ചെറിയൊരു കട ഉണ്ട്. അവിടെ പോയി എല്ലാം കഴിക്കാനുണ്ടോ എന്ന് നോക്കട്ടെ. അവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു മോമോസോ എല്ലാം ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ എല്ലാം മഞ്ഞിങ്ങനെ കിടപ്പുണ്ട്, ഒരു പോവാതെ എല്ലാം നല്ല കട്ട പിടിച്ച് കിടക്കണം. നമുക്ക് ബേസ് ക്യാമ്പിലോട്ട് പോകാനുള്ള വഴി ഇതാണ്, ഇങ്ങനെയാണ് പോകാനുള്ളത്. അവിടെ ഒരു ചെറിയ ചായക്കട കണ്ടു. ചെറിയ കടയിൽ ചെറിയ പൈസ ആയിരിക്കും, അതുകൊണ്ട് നോക്കാം. ഇതെങ്ങനത്തെ ഐസിലെല്ലാം ചറുക്കണം. ഒരു ചൈനയിൽ നിന്ന് വന്ന ഒരാൾ അങ്ങ് മുകളിൽ വീഴുന്ന ഐസിൽ ചറുക്കി വീഴുന്ന് തട്ടിപ്പ് എന്നാണ് പറഞ്ഞു കേട്ടെ. ഹലോ, മോമോസ്? നോ, മോമോസ് ഇല്ല. വേറെ എന്തുകൊണ്ട്? ഈ കടയിൽ വന്നിടത്ത് മോമോസ് ഇല്ല. മോമോസിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ മോമോസ് ഇല്ല. ഇനി അങ്ങോട്ട് കടകളൊന്നും ഇല്ല, അങ്ങോട്ട് കടയൊന്നുമില്ല. അപ്പോൾ വിശന്നുകൊണ്ട് തന്നെ അങ്ങ് കയറണം. താഴെ നിന്ന് കഴിക്കാതെ വന്നതുകൊണ്ട് പച്ചവെള്ളം കുടിച്ച് എവറസ്റ്റ് വ്യൂ ഹോട്ടലിൽ കയറാം. ഓറഞ്ച് ഉണ്ട് കയ്യിൽ. ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഓറഞ്ച് കയ്യിലുണ്ട്. അപ്പോൾ ഓറഞ്ച് കഴിക്കാൻ അങ്ങോട്ട് പോയിട്ട് നമുക്കിവിടെ നിന്ന് മുകളിലോട്ട് കയറണം. നമ്മൾ നാച്ചി ബസാറിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു പാറയും ഒരു വീലും ഒക്കെ കാണാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറണം. ഏകദേശം 1 മണിക്കൂർ എന്തോ കയറാറുണ്ടെന്നാണ് കേട്ടത്. പവർ ബാങ്ക് ഇങ്ങനെ കൊണ്ടിടയ്ക്കാണ് ചാർജ് ചെയ്യുക, അല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ രാത്രി പെട്ടുപോകും. വന്ന സമയം കൊള്ളാം. അല്ലെങ്കിൽ പവർ ബാങ്ക് കൊണ്ട് സൂര്യനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കുറേ പടിക്കെട്ടൊക്കെ ഇങ്ങനെ കയറി മോളിൽ വന്നപ്പോൾ ഈ സൈഡിൽ സ്കൂളും മിലിറ്ററി ഓഫീസും ടവറും ഒക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ ഈ വഴി ഇങ്ങനെ നടന്നു വന്നതാണ്. ആ മലയുടെ ഏകദേശം പൊക്കത്തിലോട്ട് എത്തേണ്ട വരും. ഇവിടുന്ന്
ഇനി മുകളിലോട്ടാണ് നടക്കേണ്ടത്. അവിടെ ഒരു മല കാണാം, മഞ്ഞ്. എൻ്റെ പവർ ബാങ്ക് അതാ ചാർജിനും വെച്ചിട്ടുണ്ട്. അയ്യോ, ഇനി മുകളിലോട്ട് കിടക്കണം. എല്ലാ ദിവസവും നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരിക. മുകളിലോട്ട് പോകും. ഈ വഴിയും കുറേ ഹൈറ്റ് പോലെ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് മുകളിലോട്ട്. അയ്യോ, അവിടെ നിന്നൊക്കെ ആൾക്കാർ സാധനമായിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് പോകണം. ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ അതിലൂടെ വന്ന് ഇങ്ങനെ വട്ടം വിട്ട് പറക്കണുണ്ട്. നാംചയൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റണുള്ളൂ. ഹെലികോപ്റ്റർ ഇവിടെ വല്ലടെ ഇറങ്ങാൻ പോണോ ഇതായാണോ എന്ത്. കണ്ടിട്ട് നേവിയിലെ ഹെലികോപ്റ്റർ പോലെ ഉണ്ട്. ഇങ്ങനെ കറങ്ങി അടപ്പുണ്ട്. താഴെ ഇങ്ങനെ നടന്ന് ഇനി ഇതാ ഈ മലയുടെ മുകളിൽ കയറണം. അവിടെയാണ് ഹോട്ടൽ. ആ മലയുടെ മണ്ടയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടയൊക്കെ അയച്ച് ചാടിച്ചാടി പോവുകയാണ് താഴോട്ട്. നടന്നിട്ട് അങ്ങ് എത്തണില്ല. നടന്ന് നാളെ പോകാനുള്ള വഴിയാണ് ഇതായി കാണുന്നത്. അങ്ങനെയാണ് നാളെ പോവേണ്ടത്. പോവേണ്ട ഹോട്ടൽ അങ്ങ് ദൂരെ കാണാം. ഇതാ ഇങ്ങനെ വഴി കിടക്കുകയാണ്. ഇതെവിടെ കൂടെ ഒരു തോടൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങ് മഞ്ഞുമലയിൽ നിന്നൊക്കെ വെള്ളം വരാനായിരിക്കും.
ഇതിങ്ങനെ താഴോട്ട് ഇവിടെ ഇരിക്കാനും ഒക്കെ വരെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അയ്യോ, നേരെ മുകളിലാണ് നമുക്ക് പോകാനുള്ളത്. നല്ലടിക്കിട്ടുണ്ട് ഇങ്ങനെ. രണ്ടു ദിവസം മുമ്പ് വീഴുന്ന മഞ്ഞൊക്കെ അങ്ങനെ കിടക്കുക. ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. $3775 അടി മുകളിലാണ് നമ്മളിപ്പോൾ. അങ്ങ് മോളിൽ താമസിക്കുന്നവരായിരിക്കും നടന്നു വരുന്നുണ്ട്. അയ്യോ, അതാണ് ഹോട്ടൽ. ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം. അപ്പം എന്തായാലും ഷോർട്ട് കട്ട് നോക്കി പോവാം. ഇതിലെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. ഈ കാട്ടിനകത്ത് മുള്ളുവേലി വലിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്ര കഷ്ടപ്പെട്ട് മുള്ളു കമ്പി വലിച്ചിരിക്കുന്നത് എന്തിനാണെന്ത്? ആ കൂടെ 4, 3, 7 പേര് ഇവിടെ ഉണ്ട്. ഇപ്പോഴാണ് മുള്ളുവേലി. ദൂരെ മിലിറ്ററിക്കാരെ നേരത്തെ പറന്നുകൊണ്ടിരുന്ന ഹെലികോപ്റ്റർ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുക. അങ്ങ് ദൂരെ ഒരു മിലിറ്ററിക്കാരെ ഒരു ഓഫീസും അവരൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഹെലികോപ്റ്ററാണ് 2-3 പ്രാവശ്യം കറങ്ങിക്കൊണ്ടിരുന്നത്. നമുക്കിലോ അവിടെയാണ് പോകാനുള്ളത്. ഇവിടെ കുറേ വഴിയുണ്ട്. ഏത് വഴി പോയാലും അങ്ങെത്തും. നല്ല തണുത്ത കാറ്റ്. യഥാർത്ഥ വഴിയല്ലാത്തതുകൊണ്ട് വഴി ഉണ്ടാക്കി പോകണം.
കാട്ടിനകത്ത് അകപ്പെട്ട് പോവോ? ഒരു ഗുഹയൊക്കെ കാണുന്നു. അയ്യോ, അപ്പുറത്ത് ചെന്നെത്താൻ വേണ്ടി അയ്യോ പെട്ട് പോയി. അയ്യോ, മര്യാദയ്ക്കുള്ള വഴിയെ വരാത്തതിൻ്റെ ഇതാണ്. ഇനി കുഴപ്പമില്ല. അല്ലച്ചാതെയും നടന്ന് മുകളിൽ വന്നു. അപ്പോൾ ഇതല്ല ഹോട്ടൽ, അപ്പുറത്താ. ഈ വഴി അങ്ങോട്ട് പോകണം ഹോട്ടലിന്. നമ്മളിപ്പോൾ 3860 അയ്യോ മീറ്റർ മുകളിലാണ്. അയ്യോ, അവിടെ ഹെലികോപ്റ്റർ എടുക്കാറായെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് ഇപ്പോൾ ആരുമില്ല, എല്ലാവരും മാറിപ്പോയൊക്കെ നിൽക്കണം. പൊടി എടുക്കുകയാണെങ്കിൽ അത് കണ്ടിട്ട് പോയിരുന്നു. അതിപ്പോഴൊന്നും എടുക്കണേ കോളില്ല. ഇല്ല, ആൾക്കാരൊക്കെ പോയി ഇങ്ങനെ ചെളിയിലൊക്കെ ചവിട്ടിയ പാടുണ്ട്. അയ്യോ, ഈ ഹോട്ടൽ അടച്ചിട്ടിരിക്കാണെന്ന് തോന്നുന്നു. കുറേ മല കാണാനില്ലേ? ഏതാണ് എവറസ്റ്റ് എന്ന് ആരെങ്കിലും പറഞ്ഞെന്നല്ലേ പറ്റുള്ളൂ. ഈ ഹോട്ടലൊക്കെ അടച്ചിട്ടിരിക്കുക, സീസൺ ആകുമ്പോഴേ തുറക്കുള്ളൂ. ഓ, അങ്ങൊരു ഇത് കാണുന്നുണ്ട്, അവിടെ ആയിരിക്കും. നാളെ പോകാനുള്ള വഴി അതാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അങ്ങ് ഒരു ഗ്രാമമൊക്കെ കാണുന്നുണ്ട്. ഒരു ദിവസം എടുക്കും ഇവിടെ നിന്ന് അതുവരെ നടക്കാൻ. എവറസ്റ്റ് വ്യൂ പോയിൻ്റ്. അയ്യോ, ഇതിലെ തന്നെ വഴി തെറ്റിയില്ല. അപ്പം ഇങ്ങനെ കിടക്കുകയാണ്. അയ്യോ, നമ്മൾ വന്ന വഴികളൊക്കെ കാണുന്നത്. മെനിഞ്ഞാന്ന് വന്ന വഴിയാണ്. അവിടെ ഒരു ഹെലികോപ്റ്ററൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ കുറേ ടവറിൻ്റെതോ ഇനി വല്ല മിലിറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻ്റെ സംവിധാനങ്ങളോ ഒക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ. എവറസ്റ്റ് അങ്ങ് കാണാതിരിക്കും. നമ്മളവിടെ എത്താൻ ഒരു അരമണിക്കൂർ എടുക്കും നടന്ന്. താഴേക്ക് അങ്ങനെ എവറസ്റ്റ് കണ്ട് നടക്കുകയാണ്.
എല്ലാവരും ഇതിൻ്റെ മണ്ടയ്ക്കാണ് പറഞ്ഞ് കാണുന്നത്. ഹോട്ടലിൽ വെയിറ്റ് ചെയ്യണവരൊക്കെ അതാ വരുന്നുണ്ട്. ഇവിടെയും താമസ സൗകര്യം ഒക്കെ ഉണ്ട്. രാവിലെ പോയവരൊക്കെ ഇതാ വരുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് പൊക്കയിലോട്ട് ചെറിയ ദൂരമേ ഉള്ളൂ. ഈ വഴി ഇങ്ങനെ നടന്നങ്ങ് പോകണം. ഇതാണ് നമുക്ക് പോവേണ്ട വഴി. ഒരു ഹെലികോപ്റ്റർ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി നിൽക്കുക. ആ ഹെലികോപ്റ്റർ അവിടെ നിന്ന് എടുത്ത് അതാ ഇങ്ങനെ പോകണം. അവിടെ അതാ ആ ഹെലികോപ്റ്റർ സ്റ്റാർട്ടാക്കി പോകാൻ വേണ്ടിയിട്ട്. ഹെലികോപ്റ്റർ നോക്കി മാറിയിട്ട് പോയാൽ തലയും കുതിച്ചൊന്ന് താഴെ വരും. ഇങ്ങനെ പോകണം. നമുക്കതിനെ അടുത്ത് കാണാനുള്ള ഭാഗ്യമില്ലായിരുന്നു. വരും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണതാണ്. അവിടെ എത്താൻ 1 മണിക്കൂർ എടുക്കും മിക്കവാറും.